ഇപ്പോൾ കോടതിയിൽ നിന്നും കുറെ കൂടി വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയനിഴലിൽ എന്നാണ് ഹൈക്കോടതിയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. 1 മാസവും 9 ദിവസവും ദ്വാരപാലക സ്വർണ്ണപ്പാളികളും പീഠവും സ്പോൺസറുടെ കൈവശമിരുന്നു. മഹസരേഖകളിൽ വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നു എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധി പകർപ്പിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ശ്രീ ആർ വി ബാബു, നേരത്തെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്പോൺസർഷിപ്പ് നൽകുകയും അത് പിന്നീട് അതിൽ പ്രശ്നമുണ്ടെന്ന് വരികയും അതിലെന്തൊക്കെയോ ചില ക്രമക്കേടുകൾ നടക്കുന്നതായി ചില കോണുകളിൽ നിന്ന് സംശയം ഉയർന്നിരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംശയ നിഴലിലേക്ക് വരികയാണ് ഹൈക്കോടതി വിധിയിലൂടെ. അല്ല, ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് അത് നമുക്ക് അന്വേഷണത്തിലൂടെ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദികൾ, അത് നിയമപരമായും ധാർമ്മികമായും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഉത്തരവാദികളാരാ? അതിൻ്റെ സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടു, ചീകിയെടുക്കാമോ ചുരണ്ടിയെടുക്കാമോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. 4 കിലോ സ്വർണം കാണാനില്ല, അത് സത്യമാണല്ലോ. 4 കിലോ തൂക്കം കുറഞ്ഞതായിട്ട് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അത് സത്യമാണല്ലോ. അതിന് ഉത്തരവാദികളാരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അത് ഉത്തരവാദിത്വം ഇല്ലേ? ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അതിന് ഉത്തരവാദിത്വം ഇല്ലേ? ആ ഉത്തരവാദികളൊക്കെ പറയുന്നതിന് പകരം ചുരണ്ടിയെടുക്കാമോ ചുരണ്ടിയെടുക്കാമോ ചീളിയെടുക്കാമോ, ഈ ചോദ്യത്തിന് എന്താ അർത്ഥമുള്ളത്? 4 കിലോ സ്വർണം കാണാനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അതിനുശേഷം എങ്ങനെ കൊണ്ടുപോയി ചെന്നൈയിൽ ചെന്നിട്ടാണോ പോണ വഴിക്കാണോ? പോണ വഴിക്ക് സാധ്യതയില്ല. ആര് പറഞ്ഞു പോണ വഴിക്ക് സാധ്യതയില്ല എന്ന്? ജയരാജ് കൂടെ പോയിരുന്നോ അതിൻ്റെ? ഇതൊക്കെ ഭക്തജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അപ്പം അതുകൊണ്ട് ഞാൻ സ്വർണ്ണപ്പാളിയും കൊണ്ടുള്ള യാത്രയിൽ തന്നെ വലിയ ദുരൂഹതയുണ്ടെന്ന് വരികയാണ്. ദേവസ്വം ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ സ്വർണ്ണപ്പാളിയും കൊണ്ടുള്ള യാത്രയിൽ പോകുന്നില്ല. സ്പോൺസറുടെ കയ്യിൽ ഇത്രയും ദിവസം ഈ സ്വർണ്ണപ്പാളി ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ബോധ്യത്തിൽ, എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളെ വിശ്വസിച്ചത് എന്നതുകൂടി ചർച്ചാ വിധേയമാകേണ്ടതല്ലേ ഇപ്പോൾ? പങ്ക് കച്ചവടമാണ് നടന്നിരിക്കുന്നത്. ഞാൻ വളരെ അടിവരയിട്ട് പറയുന്നു, ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരും ഈ പറയുന്ന സ്വർണ്ണപ്പാളി ഉരുക്കിയവരും തമ്മിലുള്ള പങ്ക് കച്ചവടം, ആ പങ്ക് കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 കിലോ സ്വർണം കാണാതായിട്ടുള്ളത്. യാതൊരു സംശയമില്ല. എത്ര കിലോ ആണ് പോയെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ 42 കിലോ 38 കിലോ ആയി. ആ കുറഞ്ഞത് മുഴുവൻ സ്വർണ്ണമാണോ? ഇതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ, ഞാനൊരു ഏകദേശ കണക്കെടുക്കുമ്പോൾ 4,27,00,000 രൂപയുടെ സ്വർണം കാണാതായി എന്നാണ് ഞാൻ പറയുന്നത്. പങ്ക് കച്ചവടമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും പീനലൈസ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം. അവർ ഈ പറയുന്ന അഴിമതിക്ക് കൂട്ടുനിന്നവരാണ്. അവർ രാജിവെച്ച് പുറത്തു പോകണം. അവർക്കൊരു നിമിഷം തുടരാൻ, ഈ ദേവസ്വം ബോർഡിന് തുടരാൻ ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും അവകാശമില്ല. ഈ കാര്യമാണ് ഹൈന്ദവ സംഘടനകൾക്ക് ഈ സർക്കാരിനോട് പറയാനുള്ളത്, ദേവസ്വം ബോർഡിനോട് പറയാനുള്ളത്. നിങ്ങളിലുള്ള വിശ്വാസം ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു നിമിഷം ഈ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല. ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ.